പോലെ പ്രധാനപ്പെട്ടതാണ് ഷഷ്ടി. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാനും സന്താനങ്ങൾ ഉണ്ടാവാനും എല്ലാം വളരെയധികം നല്ലതാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത്. ഷഷ്ടി വ്രതം തുടങ്ങുന്നത് തന്നെ സ്കന്ദഷഷ്ടിക്കാണ്, തുലാമാസത്തിലെ ഷഷ്ടിക്കാണ് തുടങ്ങുന്നത്. തുലാമാസത്തിലെ ഷഷ്ടിക്ക് 6 ദിവസം മുമ്പ്, അതായത് 6 ദിവസം മുമ്പ് നമ്മൾ ഷഷ്ടി വ്രതം ആചരിച്ച് ഒരുക്കിയെടുത്ത് തുടങ്ങും. ഷഷ്ടിക്ക് വ്രതമെടുക്കുകയും മുരുകനെ പ്രാർത്ഥിക്കുകയും മുരുകക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും അവിടുത്തെ പ്രസാദം കഴിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ഷഷ്ടിവ്രതം പൂർത്തിയായി. ഷഷ്ടിവ്രതത്തിന് നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് പഠിക്കുമ്പോൾ ഭക്ഷണങ്ങൾ കഴിക്കില്ല. അമ്പലത്തിലെ ചോറും ഉപ്പില്ലാത്ത മോരും കൂട്ടിയാണ് ഭക്ഷണം കഴിക്കുക, ഉപ്പ് അധികം കഴിക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾ വ്രതങ്ങൾ 12 ഷഷ്ടി, 36 ഷഷ്ടി, 6 ഷഷ്ടി ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവുകയും സന്താനങ്ങൾ സൽസന്താനമാവുകയും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയും സന്താനങ്ങൾക്ക് സൽസ്വഭാവമുള്ള ഉണ്ടാവുകയും ദീർഘായുസ് ഉണ്ടാവുകയും ചെയ്യും. മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഷഷ്ടിവ്രതം. ഈ ഷഷ്ടിവ്രതം ആചരിച്ചാൽ വളരെ